നിങ്ങൾ ചെയ്യുന്നതെല്ലാം ജെന്യുയിനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ചേട്ടൻ പറഞ്ഞതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് വരുന്ന കമൻറ്റുകളിൽ 90% കൂടുതൽ നിങ്ങൾ പേഴ്സണലി അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങൾ കാശുണ്ടാക്കുകയാണ്. ഈ പറയുന്ന 2 വർഷത്തോളം ഒരു വരുമാനം ഒട്ടപ്പൂജ്യം വരുമാനത്തിലാണ് ഞങ്ങൾ സത്യം പറഞ്ഞ ചാനൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ കൂടുതലും കണ്ടുവരുന്നത് നിങ്ങൾ നെഗറ്റീവ് വിറ്റ് കാശാക്കുക. ചേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു അംശം പോലും ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ലണ്ടനിൽ അല്ല UK നിന്നുകൊണ്ട് പബ്ലിക്കിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന ടൈപ്പ് എന്ന ചാനലിന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ജെന്യുയിനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ടൈപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ടോക്ക്, ഇൻഫർമേഷൻ, എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള സംഭവമാണ്. അപ്പം ടോക്സ് ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ടോക്സ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ടോക്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആരുടെയും സൈഡ് പിടിക്കാറില്ല. നമ്മൾ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവാണ് നമ്മളതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് കാണുമ്പോൾ പലർക്കും ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ വരാം. നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നതിൽ 99.9% ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്യാറുണ്ട് കറക്റ്റ് ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ പറയുന്നത് യോജിക്കുന്നതിനൊപ്പം തന്നെ പക്ഷേ എനിക്കത് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾ ചില വ്യക്തികളെ സോഷ്യലിൽ നല്ലവണ്ണം അറിയുന്ന വ്യക്തികളെ നിങ്ങൾ പേഴ്സണലി അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങൾ കാശുണ്ടാക്കുകയാണ്. ശരിയല്ലേ? ടൈപ്പ് എന്ന് പറയുന്നൊരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിവുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇതിനകത്ത് ഒരു വ്യക്തിയെങ്കിലും വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈപ്പ് വിട്ടുപോകാൻ ഞാൻ റെഡിയാണ്. ടൈപ്പ് ഒരാളിനെ വ്യക്തിഹത്യ ചെയ്യാറില്ല. നമ്മളുടെ ലക്ഷ്യം തന്നെ ഇൻഫർമേഷൻ ഷെയറിങ് എന്നുള്ളതാണ്. അത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എല്ലാം അറിയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇൻഫർമേഷൻ ഉള്ളൂ എന്നുള്ളതാണ്. അതല്ല, സാധാരണ എക്സ്പീരിയൻസ് ഉള്ള പബ്ലിക് ജോലികൾ ചെയ്യുന്ന സാധാരണക്കാരനും അറിവുകൾ പകരാനുണ്ട് എന്നുള്ളതാണ് ടൈപ്പ് നമ്മൾ തീർച്ചയായിട്ടും മുന്നിലേക്ക് വെക്കുന്നത്. നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ ചാനൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഒപ്പം നിങ്ങൾ ചില വ്യക്തികളെ ശരിക്കും പറഞ്ഞത് പേഴ്സണലി ചില അറിയപ്പെടാതെ കിടന്ന ആൾക്കാരെ നിങ്ങൾ വെളിയിലെത്തിച്ചിട്ടുണ്ടെങ്കിലും അതിലൂടെ മില്യൺ വ്യൂവേഴ്സിനെ എത്തിച്ചുകൊണ്ട് നിങ്ങൾ നല്ലൊരു വരുമാനം ഉണ്ടാക്കലായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അത് ശരിയല്ലേ? വരുമാനമല്ലേ ലക്ഷ്യം? ചേട്ടൻ പറഞ്ഞതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഞാനും എൻ്റെ കൂടെയുള്ള ഷാഫി പോയാലും ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം ജോലി ചെയ്യുന്നവരാണ്. ഇതിനിടയിൽ ഞങ്ങൾക്ക് ഇല്ലാത്ത സമയം കണ്ടെത്തിയാണ് ഈ സാധനം ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാഷനുള്ളൊരു ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ക്യാമറ വർക്ക്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചാനൽ കൺസെപ്റ്റിലോട്ട് വരുന്നത് തന്നെ. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഈ പറയുന്ന 2 വർഷത്തോളം ഒരു വരുമാനം ഒട്ടപ്പൂജ്യം വരുമാനത്തിലാണ് ഞങ്ങൾ സത്യം പറഞ്ഞ ചാനൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് ചില ആൾക്കാർ വെച്ചപ്പോൾ ഞങ്ങൾക്ക് വരുമാനം വന്നു. അപ്പോൾ ആലോചിക്കേണ്ട 2 വർഷം ഞങ്ങൾ കളഞ്ഞ സമയത്തിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു അംശം പോലും ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വരുമാനത്തിന് വേണ്ടിയെന്ന് ചേട്ടനോട് പറയുമ്പോൾ അവിടെ ചിന്തിക്കേണ്ടത് ആ ഒരു ആസ്പെക്റ്റിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നല്ല കണ്ടന്റ് ആണെങ്കിൽ ജനങ്ങൾ കാണുന്നു, അല്ലാത്തതാണെങ്കിൽ കാണുന്നില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഒരു പോളിസി. നിങ്ങൾക്ക് വരുന്ന കമൻസുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതലും കണ്ടുവരുന്നത് നിങ്ങൾ നെഗറ്റീവ് വിറ്റ് കാശാക്കുക എന്ന് കൂടുതൽ ആൾക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. അത് ശരിയല്ലേ? ചേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് വരുന്ന കമൻറ്റുകളിൽ കൂടുതൽ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വരുന്ന കമൻറ്റുകളിൽ 90% കൂടുതൽ പോസിറ്റീവ് കമൻസാണ് വരുന്നത്. വളരെ കുറച്ച് അത് വ്യക്തിപരമായി തേജോവധം ചെയ്യുക, അല്ലെ വ്യക്തിപരമായി ദേഷ്യം വെച്ചിട്ട് നല്ല വീഡിയോസിന് പോലും വരുന്ന കളിയാക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ കൺട്രോളിലല്ല. പിന്നെ പറയുന്നത് നെഗറ്റീവ് കണ്ടൻറ് എന്ന് പറയുന്നൊരു സംഗതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കണ്ടൻറ്റും നെഗറ്റീവാക്കി അവരെ വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടി ഒരു കണ്ടൻറ്റ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ്സ് നമുക്ക് ജെന്യുവിനായിട്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇത് പബ്ലിക്കിനോട് പറയണം. എങ്ങനെ അത് കൃത്യമായി പറയാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മളിപ്പോഴും തന്നെ പല കാര്യങ്ങളും ഫിൽട്ടർ ചെയ്തിട്ടാണ് കുറേയൊക്കെ സംസാരിക്കുന്നത്. കാരണം ഈ പല കാര്യങ്ങളും നമുക്ക് എല്ലാം പബ്ലിക്കിൽ വിളിച്ച് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ചാനലിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചാനലാണ്. അതിൻ്റെ ഔട്ട്ലുക്കും വളരെ പോസിറ്റീവാണ്. കൂടുതൽ കമൻസും പോസിറ്റീവാണ്. വർഷങ്ങളായിട്ട് നിങ്ങളെ എനിക്ക് പരിചയമുണ്ട്. ടൈപ്പിൻ്റെ വിജയം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ക്രിറ്റിസൈസ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒക്കെ നല്ലതായിട്ട് തന്നെ വരട്ടെ. അല്ല, തീർച്ചയായിട്ടും ജീവൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ആളാണ്. നമ്മൾ എത്ര വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതാണ്. ജീവൻ ചേട്ടാ ഈ പറഞ്ഞ ഒരു ആശയം പറഞ്ഞപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് തോന്നിയത് ശരിയാണ്, നമുക്ക് സംസാരിക്കണം. കാരണം നല്ല ചോദ്യങ്ങളായിരുന്നു. എന്തായാലും ജനങ്ങളുടെ പക്ഷത്ത് ഞാൻ ചോദിച്ചതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ സന്തോഷം. അപ്പം താങ്ക് യു സോ മച്ച്.